പൂർണിമ അമ്പലത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ നന്ദൻ ഓഫീസിൽ പോകാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. ഇറങ്ങാറായോ നന്ദേട്ടാ? റെഡിയായി. കാപ്പി കുടിക്കാൻ തുടങ്ങുമായിരുന്നു. നന്ദേട്ടൻ ഇരിക്ക്, ഞാൻ കാപ്പി എടുക്കാം. ഇലച്ചീന്തിൽ നിന്ന് ചന്ദനമെടുത്ത് അയാളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തിട്ട് പൂർണിമ തിടുക്കപ്പെട്ട് അകത്തേക്ക് ഓടി. എന്താ ഇന്ന് പതിവില്ലാത്തൊരു അമ്പലത്തിൽ പോക്കൊക്കെ? പ്ലേറ്റിലേക്ക് ദോശയും ചമ്മന്തിയും വിളമ്പുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് നന്ദൻ ചോദിച്ചു. ആദ്യം വിളിച്ചപ്പോൾ അമ്പലത്തിൽ വരുന്നുണ്ട്, ചെല്ലുന്നോ എന്ന് ചോദിച്ചു. അതാ ഞാൻ പിന്നെ വേഗം പോയത്. ആഹാ, എന്നിട്ട് മോൾ എങ്ങനെ ഇരിക്കുന്നു? ആമിയുടെ പേര് കേട്ടതും നന്ദന്റെ മുഖവും തെളിഞ്ഞിരുന്നു. ഇപ്പോൾ വിഷമമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കളരിക്കൽ എല്ലാവരും ഇപ്പോൾ വലിയ കാര്യമാണെന്നൊക്കെയാ പറഞ്ഞത്. അവൻ്റെ അല്ലേ കുടുംബക്കാര്. കാര്യം കാണാൻ അവറ്റകളൊക്കെ ഏതറ്റം വരെയും പോകും. ഭക്ഷണത്തിൽ ഇട്ടതാണെന്ന് പോലും മറന്ന് മുഷ്ടി ചുരുട്ടിക്കൊണ്ടായിരുന്നു നന്ദൻ അത് പറഞ്ഞത്. കാരണം അയാളുടെ മനസ്സിലപ്പോൾ ആദ്യമായി ആമിയെ തിരികെ കൊണ്ടുപോകാൻ കളരിക്കൽ പോയപ്പോഴും വികാസിനെ തല്ലിയിട്ട് ആമിയെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയുമൊക്കെ ചെയ്തപ്പോഴും കണ്ട റയാന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സംഭവങ്ങളൊക്കെ നന്ദനും റയാനും ഇടയിലുള്ള ദൂരം വല്ലാതെ കൂടാൻ കാരണമായിട്ടുണ്ടായിരുന്നു. അവളെ സ്നേഹം കാട്ടി പിടിച്ചു നിർത്തിയിട്ടിപ്പോൾ അവർക്ക് എന്ത് സാധിക്കാനാ നന്ദേട്ടാ? ഭർത്താവിൻ്റെ ചിന്തകൾ സഞ്ചരിക്കുന്നത് തെറ്റായ വഴികളിലൂടെയാണെന്ന് തോന്നിയതും പൂർണിമ ചോദിച്ചു. അത് കേട്ടതും നന്ദൻ മുഖമുയർത്തി അവരെ നോക്കി. അപ്പോൾ നീ എന്തുവാ ഉദ്ദേശിക്കുന്നത്? അവരവളോട് കാണിക്കുന്നതൊക്കെ സത്യമാണെന്നാണോ? സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല നന്ദേട്ടാ. പക്ഷേ ആദിയുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാ. എന്നുവെച്ചാൽ? നന്ദൻ പിരിയം ചുളിച്ചുകൊണ്ടവരെ തുറച്ചു നോക്കി. ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടത് അന്ന് ബലമായി റയാൻ ഇവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയ ആദിമോളെയല്ല. അവൾക്കിപ്പോൾ ആ താലിയൊരു ഭാരമാണെന്നോ റയാനുമൊത്തുള്ള ജീവിതം ഒരു ശ്വാസം മുട്ടലാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ആലോചനയോടെ അത് പറയുമ്പോൾ പൂർണിമയുടെ മനസ്സിൽ നിറയെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ചന്ദനം താലിയിൽ ചാർത്തി പ്രാർത്ഥിക്കുന്ന മകളുടെ ചിത്രമായിരുന്നു. ഇങ്ങനെ അങ്ങുമിങ്ങും തൊടാതെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ ജ്യോത്സ്യമൊന്നും പഠിച്ചിട്ടില്ല പൂർണ്ണി. എന്തേലും ഉണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാകും പോലെ പറയണം. പൂർണിമ പറഞ്ഞത് മനസ്സിലായില്ല എന്നതിനേക്കാളേറെ ആമിയിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു നന്ദനിലെ ആ ശുണ്ഠിക്ക് കാരണം. അത് മനസ്സിലായെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ആമിയിൽ കണ്ട മാറ്റങ്ങൾ നന്ദൻ അറിയുക തന്നെ വേണമെന്ന തോന്നലായിരുന്നു പൂർണിമ പറഞ്ഞു തുടങ്ങിയത്. പോണമെന്ന് നിർബന്ധമാണോ മോളെ? തിരികെ വില്ലയിലേക്ക് പോകാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ആമിയുടെ അരികിലേക്ക് വന്നുകൊണ്ടായിരുന്നു ചോദ്യം. പോണം മമ്മി, അതാ നല്ലത്. ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും റയാനോടൊപ്പം ഇതുപോലെ ഞാൻ ഓടിയെത്തും. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലം വരെ. ആമി ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അവളുടെ അവസാന വാചകം റൂബിയിൽ വേദന പടർത്തുന്നതായിരുന്നു. അതിനർത്ഥം ഇതുവരെയും മോൾ എൻ്റെ മോനോടും ഞങ്ങളോടുമൊന്നും ക്ഷമിച്ചിട്ടില്ല എന്നല്ലേ? ഇപ്പോൾ റോണയുടെ കാര്യത്തിനാണേലും ഇങ്ങോട്ട് വരികയും സഹകരിക്കുകയും താമസിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നെന്നാ ഞാനും ഡാഡിയുമൊക്കെ വിചാരിച്ചത്. അതോർത്ത് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ മോളിപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ റൂബിയുടെ സ്വരം മുറിഞ്ഞു. എനിക്കിപ്പോൾ ആരോടും വെറുപ്പൊന്നുമില്ല മമ്മി. പക്ഷേ ഒന്നും അത്ര വേഗത്തിൽ മറക്കാൻ എനിക്ക് കഴിയില്ല മമ്മി. പിന്നെ ഞാനും റയാനും ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം, അതിലും ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണവും മമ്മിക്കറിയാമല്ലോ. അതുകൊണ്ട് മമ്മി എന്നോട് കൂടുതലൊന്നും ആവശ്യപ്പെടരുത്. ഇല്ല മോളെ, മമ്മി നിർബന്ധിക്കില്ല. മക്കളൊക്കെ കൺവട്ടത്ത് തന്നെ ഉണ്ടാകണമെന്നുള്ള ഒരമ്മയുടെ അതിമോഹം കൊണ്ട് പറഞ്ഞു പോയതാ, റൂബി വേദനയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിൽ പോലും അതൊന്നും കേട്ട് തൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. എനിക്ക് മനസ്സിലാവും മമ്മി. പക്ഷേ മമ്മിയുടെ ഇളയ മകനെ പോലെ ഒരുത്തനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം ഇവിടുത്തെ ഏത് ആവശ്യത്തിനും റയാനൊപ്പം ഞാനും ഉണ്ടാകും. റൂബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ ആ സ്ത്രീയുടെ ചൊടികൾ വിടർന്നിരുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിക്ക് പുറത്തു നിൽക്കുകയായിരുന്നവൻ്റെ മുഖം വാടിപ്പോയി. വെറും 2 ദിവസം കൊണ്ട് ഹൃദയധമനികളിൽ ആഴത്തിൽ വേര് പടർത്തി തുടങ്ങിയിരുന്ന പ്രതീക്ഷകൾ വാടി വീണതറിഞ്ഞതും അവൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഉള്ളിലൊരു നീറ്റൽ പടർന്നതുപോലെ തോന്നി അവൻ പതിയെ താഴേക്ക് നടന്നു. എന്തുകൊണ്ടോ അപ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ വയ്യെന്ന തോന്നൽ കാറിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ കുറച്ചു സമയം ആർക്കും പിടികൊടുക്കാതെ ഒറ്റയ്ക്കൊന്നിരിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റയാനിൽ. അവൻ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതൊരവസരമായെടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു പിന്നിൽ നിന്നും റോണയുടെ വിളി വന്നത്. ചാച്ചനിതെങ്ങോട്ടാ? ചാച്ചനിതെന്നാ കിളി പോയ കൂട്ട്? എങ്ങോട്ടായി പാഞ്ഞോടുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്ന് പോകണം. ആത്മിക ചോദിച്ചാൽ ഞാൻ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞേക്ക്. കൂടുതൽ സംസാരത്തിനിട കൊടുക്കാതെ പറഞ്ഞിട്ട് റയാൻ വേഗം തൻ്റെ കാറിൽ കയറി പുറത്തേക്ക് പാഞ്ഞു. കത്തിയെരിയുന്ന വെയിലിനെ കീറി മുറിച്ചുകൊണ്ട് കാർ മുന്നോട്ട് കുതിക്കുമ്പോഴും അതിൻ്റെ നിയന്ത്രണം പോലും തന്നിലില്ലെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു
റയാന്റെ ഇരിപ്പ്. ആമിയുടെ വാക്കുകൾ അവനിൽ അത്രമേൽ തീവ്രമായ പ്രഹരം തന്നെ ഏൽപ്പിച്ചിരുന്നു. ചെ ഡാമിറ്റ്. പ്രതീക്ഷകൾക്ക് വളമായ നിമിഷങ്ങൾ ഓർത്തെടുക്കവേ സ്വയം പുച്ഛം തോന്നിയിട്ടെന്ന പോലെ സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചു കൊണ്ടവൻ പിറുപിറുത്തു. പക്ഷേ അപ്പോഴെല്ലാം ആമിയുമായി ഇഴുകിച്ചേർന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതവനെ വല്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു നയിച്ചത്. GK ഹോസ്പിറ്റൽ. ഒബ്സർവേഷൻ റൂമിന്റെ ബൈസ്റ്റാൻഡർ ബെഡിലിരുന്ന് ഫോണിൽ തോണ്ടുകയായിരുന്നു സ്റ്റെഫിൻ. ഓ അമ്മേ. അങ്കിൾ. തല മൂടിക്കെട്ടിവെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന നന്ദനിൽ നിന്ന് ഞരക്കവും മൂളലുമൊക്കെ കേട്ടു തുടങ്ങിയതും സ്റ്റെഫിൻ അയാൾക്കരികിലേക്ക് വന്നുകൊണ്ട് പതിയെ വിളിച്ചു. കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോൾ തല പൊട്ടിത്തെറിക്കുന്ന വേദന തോന്നിയെങ്കിലും ബന്ധപ്പെട്ട് കണ്ണു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ മൂളി. വേദനയുണ്ടേ അങ്കിൾ? ഡോക്ടറെ വിളിക്കണോ? സ്റ്റെഫിൻ ചോദിച്ചതും നന്ദൻ പതിയെ തലയനക്കി. ഞാനെവിടാ? ഹോസ്പിറ്റലിലെ അങ്കിൾ. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അങ്കിളിന് ബോധമൊന്നുമില്ലായിരുന്നു. അപ്പോഴേക്കും കുറച്ച് ശ്രമപ്പെട്ടിട്ടായിരുന്നെങ്കിലും നന്ദൻ കണ്ണുകൾ വലിച്ചു തുറന്നിരുന്നു. അപ്പോഴായിരുന്നു അയാൾ അടുത്തു നിൽക്കുന്ന ആളെ കണ്ടത്. പക്ഷേ ആളെ കണ്ട് നല്ല പരിചയമുണ്ടെങ്കിൽ പോലും ആ സമയമതാരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര അവശതയിലായിരുന്നു നന്ദൻ. അതുകൊണ്ട് തന്നെ അയാൾ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നെ മനസ്സിലായില്ലേ? സ്റ്റെഫിന്റെ ചോദ്യത്തിന് മറുപടിയായി നന്ദൻ നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു. ഞാൻ സ്റ്റെഫിൻ, ആത്മികയുടെ ട്യൂട്ടറാ. സ്റ്റെഫിൻ സ്വയം പരിചയപ്പെടുത്തിയതും വളരെ ബുദ്ധിമുട്ടിയെങ്കിലും നന്ദനൊന്ന് പുഞ്ചിരിച്ചു. ജീവിതം അവസാനിച്ചെന്നാ കരുതിയത്. എന്റെ പൂർണിയെയും മോളെയും ഒന്ന് കാണാൻ പോലും കഴിയാതെ പോകുമെന്നാ ഓർത്തത്. ഇങ്ങനെയൊരു പുതുജീവൻ തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. സ്റ്റെഫിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദന്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ അങ്കിൾ. അങ്കിളിനെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോഴാ വഴിയിൽ ചോര വാർന്ന് കിടക്കുന്ന അങ്കിളിനെ കണ്ടത്. അങ്ങനെയാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്ദന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടേക്കോ നോട്ടം മാറ്റിക്കൊണ്ടായിരുന്നു സ്റ്റെഫിൻ അത് പറഞ്ഞത്. ഡോക്ടർ എന്താ പറഞ്ഞത്? കുഴപ്പമില്ല അങ്കിൾ. മുറിവ് ആഴത്തിലുള്ളതൊന്നുമല്ല. എങ്കിലും കുറച്ചു ദിവസം നല്ല റെസ്റ്റ് വേണം. ഒബ്സർവേഷൻ കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നാ പറഞ്ഞേക്കുന്നത്. അങ്കിൾ കുറച്ചു സമയം കൂടി മയങ്ങിക്കോ. ഡോക്ടർ വരുമ്പോൾ വിളിക്കാം. ക്ഷീണം അത്രയധികമായതുകൊണ്ടോ എന്തോ അതിനൊരു മൂളൽ മാത്രം പകരം നൽകിയിട്ട് നന്ദൻ വീണ്ടും ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴും രാവിലെ റയാനെയും കളരിക്കലുകാരെയും അനുകൂലിച്ച് സംസാരിച്ച പൂർണിമയോട് വഴക്കിട്ട് വീട്ടിൽ നിന്നിറങ്ങിയതും ആ യാത്രക്കിടയിൽ സംഭവിച്ച അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് ബോധം മറയുന്നതും അയാളുടെ അബോധ മനസ്സിൽ നേർത്ത ചിത്രങ്ങളായി തെളിഞ്ഞു നിന്നിരുന്നു. റയാൻ തിരികെ വരുമ്പോൾ ആമി പോകാൻ റെഡിയായി ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് വരുന്നവനെ കണ്ടതും അവൾ വേഗം എണീറ്റു. പക്ഷേ റയാൻ അവളെ കാണാത്ത ഭാവത്തിൽ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ കുറച്ചായി അവനിൽ അങ്ങനെയൊരു ഭാവം കാണാത്തത് കൊണ്ട് തന്നെ അത് ആമിയിൽ തെല്ലമ്പരപ്പ് നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അവന്റെ പിന്നാലെ മുകളിലേക്ക് ചെന്നു. ആമി മുറിയിലേക്ക് ചെല്ലുമ്പോൾ റയാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെന്തോ ഓർത്തപ്പോൾ അവളൊന്നും കൂട്ടാക്കാതെ അകത്തേക്ക് കയറി ചെന്നു. റയാൻ അപ്പോഴും ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് ബെഡിനടിയിൽ തറയിലേക്ക് ഇട്ടിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവനിതെന്ത് പറ്റിയെന്ന് ഓർത്ത് ആ ഷർട്ട് എടുത്ത് മുഷിഞ്ഞ ഡ്രസ്സിൽ ഇടാറുള്ള ബക്കറ്റിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് അതിൽ പറ്റിയിരിക്കുന്ന ചോരക്കറ അവളുടെ കണ്ണിൽ പെട്ടത്. ഈശ്വരാ, ഇതെന്താ ചോര? ഇതെന്ത് പറ്റിയതാ? കയ്യിലിരിക്കുന്ന ചോര പുരണ്ട ഷർട്ടിലേക്കും അടഞ്ഞു കിടക്കുന്ന ബാത്റൂം ഡോറിലേക്കും മാറി മാറി നോക്കി നിന്നുകൊണ്ട് ആമി സ്വയം ചോദിച്ചു. പിന്നെ ഇതിന്റെ കാരണമറിയുക തന്നെ വേണമെന്ന് കരുതി ആ ഷർട്ടും പിടിച്ച് ബെഡിലേക്കിരുന്നു. റയാൻ കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ബെഡിൽ ഷർട്ടും പിടിച്ചിരിക്കുന്ന ആമിയെ കണ്ടതും അവന്റെ മുഖമൊന്ന് വിളറി. നീ എന്തിനാ ആ ഷർട്ടും എടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നേ? ഈ ഷർട്ടിൽ എന്താ ചോരക്കറ? എന്താ നിങ്ങൾക്ക് പറ്റിയേ? ഷർട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് റയാൻ ചോദിച്ചെങ്കിലും അത് കൊടുക്കാതെ പിന്നിൽ പിടിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടായിരുന്നു ആമിയുടെ ചോദ്യം. അതൊന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. റയാൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എന്താ ഉണ്ടായത്? എനിക്കൊന്നും പറ്റിയില്ല. ഓഫീസിൽ വെച്ച് സാന്ദ്ര സ്റ്റെപ്പിന്ന് വീണ് തല പൊട്ടി. പിന്നെ ബോധം പോയ അവളെ ഞാനാ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ ഷർട്ടിൽ ചോരയായത്. നിസാരമട്ടിൽ പറഞ്ഞിട്ട് റയാൻ തിരിഞ്ഞു നിന്ന് മുടി ചീകാൻ തുടങ്ങി. അപ്പോഴും അവനെ തന്നെ നോക്കി ബെഡിലിരിക്കുകയായിരുന്ന ആമിയുടെ മുഖത്ത് പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞിരുന്നു അപ്പോൾ. റയാനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രസ്സ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാനിന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മസ്കറ്റിന് പോവുക. അവിടെ വെച്ചൊരു ബിസിനസ് മീറ്റ് ഉണ്ട്. സാന്ദ്രയാ അതിന് പോകാൻ റെഡിയായിരുന്നത്. ഇനിയിപ്പോ ഏതായാലും അവൾക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പോകണം. റയാൻ അത് പറഞ്ഞതും ആമി മുഖം ചുളിച്ചവനെ നോക്കിയിരുന്നതേയുള്ളൂ. വൈകുന്നേരം 6 മണിക്കാ ഫ്ലൈറ്റ്. അതുകൊണ്ട് ഇനി വൈകാതെ ഇറങ്ങണം. തന്നെ വേണമെങ്കിൽ തൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. വില്ലയിൽ പോയി തനിച്ച് നിൽക്കണ്ടല്ലോ. അതൊന്നും വേണ്ട. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല.
ഇനി അങ്ങോട്ട് പോയിട്ട് വേണം വീണ്ടും വന്ന് ഷോ കാണിച്ച് പിടിച്ചോണ്ട് പോരാനൊക്കെ. ഒരനുഭവമുണ്ട്. ഇനിയും അത് ആവർത്തിക്കാൻ ഞാനായിട്ട് അവസരമുണ്ടാക്കില്ല. നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. ഞാൻ വെളിയിൽ തന്നെ നിന്നോളാം. തന്നെയൊന്ന് കുത്തി പറയും പോലെ പറഞ്ഞിട്ട് എണീറ്റ് ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ റയാൻ എന്തുകൊണ്ടോ പിന്നീടൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആമിയും റയാനും റെഡിയായി താഴേക്ക് വന്നു. ആ, നിങ്ങൾ ഇറങ്ങാറായോ? ആ ഡാഡി, എനിക്കുടനെ പോണം. വാവേ, നീ കൂടി ചെന്ന് റെഡിയായി വാ. ഏ, ഞാൻ എന്തിനാ ചാച്ചാ? അവൻ പറഞ്ഞത് കേട്ട് റോണ അമ്പരപ്പോടെ ചോദിച്ചു. റയാൻ പക്ഷെ അവളോട് മറുപടി പറയാതെ പോളിന്റെ അരികിലേക്ക് ചെന്നിരുന്നു. ഞാനിന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മസ്കറ്റിന് പോവാ ഡാഡി. ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്. സാന്ദ്രയാ പോകാനിരുന്നത്. പക്ഷേ അവൾക്കിപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. വില്ലയിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട, വീട്ടിൽ പൊക്കോളാൻ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇയാൾ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളെന്ന്. അതുകൊണ്ടാ ഞാൻ വാവയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. രണ്ടാളും കൂടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെ പിന്നെ ആമി മോൾക്കും കൂടി ഇവിടെ നിന്നാ പോരെ മോനെ? ഇവരൊറ്റയ്ക്കെവിടെ? റയാൻ പറഞ്ഞതും റൂബി വേഗം ഇടയ്ക്ക് കയറി ചോദിച്ചു. അത് കേട്ടതും ആമിയുടെ മുഖം വല്ലാതായി. പക്ഷേ അവൾ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ അവർക്കുള്ള മറുപടി റയാൻ തന്നെ നൽകിയിരുന്നു. അതൊന്നും ശരിയാവില്ല മമ്മി. ആദ്യമേ ഒന്നുകിൽ അവളുടെ വീട്ടിൽ നിന്നോട്ടെ, അല്ലെങ്കിൽ വില്ലയിൽ നിന്നോളും. അത് മതി. റയാൻ അത് പറഞ്ഞതും ആമിയുടെ നോട്ടം അവനിലേക്ക് പാളി വീണിരുന്നു. കാര്യമോ കാരണമോ അറിയാത്ത എന്തോ ഒരടുപ്പം അവനോട് തോന്നിപ്പോകുന്നുണ്ടെന്ന് അറിഞ്ഞതും ആമി നോട്ടം വെട്ടിച്ചു കളഞ്ഞു. മോളും കൂടി ചെന്ന് റെഡിയാവോ? പോള് കൂടി പറഞ്ഞതും ആമിക്കൊപ്പം നിൽക്കാനുള്ള ഉത്സാഹത്തോടെ റോണയോടി റെഡിയാവാൻ പോയി. രണ്ട് പെൺമക്കൾ തനിച്ച് വില്ലയിൽ നിൽക്കുന്നതോർത്ത് റൂബിക്ക് വിഷമമായിരുന്നുവെങ്കിലും റയാനും പോളും ചേർന്ന് അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് അധികം വൈകാതെ തന്നെ അവർ മൂവരും കളരിക്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു. കാറിന്റെ ബാക്ക് സീറ്റിൽ റോണയ്ക്കൊപ്പമായിരുന്നു ആമി ഇരുന്നത്. ഇരുവരും നല്ല സന്തോഷത്തിൽ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുമിച്ച് കഴിയാൻ കിട്ടിയ ദിവസങ്ങളുടെ സന്തോഷം അവരിരുവരിലും അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവിങ്ങിനിടയിലും ഗ്ലാസ്സിലൂടെ അവരിലേക്ക് ശ്രദ്ധ പാളി വീണിരുന്ന റയാന്റെ മനസ്സിൽ മാത്രം ആകെയൊരു പുകച്ചിൽ പടർന്നിരുന്നു. അപ്പോഴൊക്കെ വില്ലയിലേക്ക് വന്ന ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു റയാൻ. റോണയ്ക്ക് ചായ കൊടുത്തിട്ട് അവനുള്ളതുമായി റൂമിലേക്ക് വന്നതായിരുന്നു ആമി. ചായ? ആ, അവിടെ അവിടെ വെച്ചേക്കടോ. പെട്ടിയിലേക്ക് അത്യാവശ്യമായ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നതിനിടയിൽ അവളെ നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് റയാൻ പറഞ്ഞതും ആമി ചായ ടേബിളിലേക്ക് വെച്ചിട്ട് അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്കിറങ്ങി പോകുന്നില്ലെന്ന് കണ്ടതും റയാൻ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിയിട്ട് വന്ന് ചായ കയ്യിലെടുത്തൊന്ന് സിപ്പ് ചെയ്തു. രാജേഷ് വരും. നിങ്ങളുടെ രണ്ടാളെയും കോളേജിലാക്കാനും തിരികെ കൊണ്ടുവരാനും. പിന്നെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും. അവൻ പറഞ്ഞതിനൊക്കെ മറുപടിയായി മൂളുമ്പോഴും ചുറ്റുപാടുമെന്തോ ഒരു ശൂന്യത വന്ന് നിറയാനൊരുങ്ങുന്നത് പോലെയായിരുന്നു ആമിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും പറയാതെ വെറുതെ അവനെ കേട്ടു നിന്നതേയുള്ളൂ. പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. പിന്നെ തനിക്ക് വീട്ടിലോട്ട് പോകാൻ തോന്നുകയാണെങ്കിൽ രാജേഷിനോട് പറഞ്ഞാൽ മതി, അവനെ ആക്കിത്തരും. റോണയെ വിളിച്ചോണ്ട് വന്നെന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട, അവൾ തിരിച്ചു പൊയ്ക്കോളും. പിന്നെയും അവൻ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ആമി മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പരസ്പരം ശത്രുതയിലായിരുന്ന സമയത്തേക്കാൾ കൂടുതൽ മൗനം തങ്ങൾക്കിടയിൽ വേലി തീർത്തിരിക്കുന്നത് ഇപ്പോഴാണെന്ന് പോലും തോന്നിപ്പോയിരുന്നു ആമിക്കപ്പോൾ. ആത്മിക, എന്തോ ഓർത്ത് നിൽക്കുന്നതിനിടെ റയാൻ വിളിച്ചപ്പോഴായിരുന്നു ആമി ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കിയത്. അത് പിന്നെ എനിക്ക്... അവനെന്തോ പറയാൻ ബുദ്ധിമുട്ട് പോലെ വിൽക്കുന്നത് കണ്ട് ആമി അത്ഭുതത്തോടെ അവനെ നോക്കി. കാരണം താൻ ആദ്യമായി കണ്ട റയാനെയും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുകയായിരുന്നു അവളപ്പോൾ. അന്നത്തെ റയാനിൽ നിന്നുമുള്ള അവന്റെ മാറ്റം അവളെ എത്രമേൽ അമ്പരപ്പിച്ചിരുന്നു. എന്താ? എനിക്ക് തന്നോടൊരു സോറി പറയാനുണ്ട്. അത് പറഞ്ഞതും റയാന്റെ മുഖം കുനിഞ്ഞിരുന്നു. സോറിയോ? എന്തിന്? അത് പിന്നെ അന്ന് അങ്ങനെയൊക്കെ ഞാൻ... സോറിയിടോ, കുടിച്ച കള്ളിന്റെ പുറത്ത് പറ്റിപ്പോയതാ. ബോധത്തോടെ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അവൻ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായതും ആമിയുടെ നോട്ടവും മറ്റെവിടേക്കോ പാഞ്ഞിരുന്നു. അവൾ കൈകൾ പരസ്പരം കൊരുത്തു പിടിച്ചുകൊണ്ട് വിമിഷ്ടത്തോടെ നിന്നു. അതിനുശേഷം തന്റെ താല്പര്യം പോലും നോക്കാതെ ഞാൻ തന്നോട് കുറച്ച് സ്വാതന്ത്ര്യം കാണിച്ചിരുന്നു. അതും തെറ്റായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ നമുക്കിടയിലെ അകലം കുറയുവാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതുകൊണ്ടാ ഞാൻ... പക്ഷേ അപ്പോഴും തന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. സോറിയിടോ. ആദ്യം മുതലേ തന്നോട് ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദേ ഇപ്പൊ ഇതും. പക്ഷേ താൻ പേടിക്കണ്ട. അതൊന്നും ഒന്നിനും ഒരു തടസ്സമാവില്ല. നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് താൻ തന്നെയായിരിക്കും. അതിന് ഞാൻ എതിര് നിൽക്കില്ലടോ. അതൊന്നും ഓർത്ത് താൻ വിഷമിക്കേണ്ട. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയുന്നതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുമ്പോഴും അവനിൽ പെട്ടെന്നിങ്ങനെയൊരു മാറ്റമുണ്ടാകാനുള്ള കാരണം എന്താന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആമി. എന്തുകൊണ്ടോ ആദ്യമായി അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ
മുള്ളുകളെ പോലെ തറച്ച് നൊമ്പരം തീർക്കുന്നത് അവൾ അറിഞ്ഞു. ഞാൻ ഇറങ്ങുക, ബൈ. കപ്പ് ടേബിളിലേക്ക് വെച്ചിട്ട് ബെഡിൽ റെഡിയാക്കി വെച്ചിരുന്ന പെട്ടിയും എടുത്ത് അത്രമാത്രം പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ഉടലാകെ ഒരു തരിപ്പ് പടർന്നതുപോലെ തറഞ്ഞു നിൽക്കാനേ ആമയ്ക്കായുള്ളൂ. നഷ്ടപ്പെടുത്താൻ കഴിയാത്ത എന്തോ ഒന്നകന്നു പോകുന്നുവെന്ന തോന്നൽ ഹൃദയത്തെ വലിഞ്ഞു മുറുക്കിയതും അവൾ വേഗത്തിൽ പുറത്തേക്കിറങ്ങി ചെന്നെങ്കിലും അപ്പോഴേക്കും റയാന്റെ കാർ ഗേറ്റ് കടന്നിരുന്നു.